നവംബർ 25 ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. സ്ത്രീ ദ്രോഹ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് നവംബർ 25. എല്ലാ വർഷവും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഈ പ്രാവശ്യം അതേപ്പറ്റി, അതായത് ലോകത്ത് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ദ്രോഹ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്റ്റഡി, ഈ യുണൈറ്റഡ് നേഷൻസിന്റെ സ്റ്റഡി നടത്തിയത് യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ 2 ഓഫീസുകൾ ചേർന്നാണ്. UN വിമനും UN ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈമും. UN വിമൻ ഒരു ഓർഗനൈസേഷൻ, UN കീഴിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് UN വിമൻ. അതുപോലെ മറ്റൊന്ന് UN ഓഫീസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ക്രൈം. ഈ 2 ഓഫീസ്, UN വിമനും UN ഡ്രഗ്സ് ആൻഡ് ക്രൈം, ഈ 2 ഓഫീസുകൾ ചേർന്ന് ആഗോള തലത്തിൽ നടത്തിയ ഒരു സ്റ്റഡി. ആ സ്റ്റഡിയുടെ റിസൾട്ട് എന്താണ് എന്നല്ലേ? സ്ത്രീകൾ വീടുകളിലും സുരക്ഷിതരല്ല എന്നാണ് ആ പഠനം കൊണ്ടുവന്നിരിക്കുന്ന കൺക്ലൂഷൻ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺക്ലൂഷനിൽ ഈ 2 ആഗോള സംഘടനകളും ചേർന്ന് നടത്തിയ പഠനം എത്തിച്ചേരുന്നത്? ലോകത്ത് ദിവസം ശരാശരി 140 സ്ത്രീകളെ, പെൺകുട്ടികളെ ജീവിത പങ്കാളികളോ മറ്റു കുടുംബാംഗങ്ങളോ കൊലപ്പെടുത്തുന്നു. അതായത് ഒരു ദിവസം 140 സ്ത്രീകളെ കൊലപ്പെടുത്തുന്നത് ആരാണ് കൊലപ്പെടുത്തുന്നത്? ഒന്നുകിൽ വീട്ടിലെ ഏതെങ്കിലും അംഗം അല്ലെങ്കിൽ പങ്കാളി കൊലപ്പെടുത്തുന്നു. രണ്ടാമത്തെ ഒരു കണ്ടെത്തൽ, 2023 ആകെ എത്ര പേർ ഇങ്ങനെ കൊല്ലപ്പെട്ടു? 51,100 പേരാണ് ഈ തരത്തിൽ കൊല്ലപ്പെട്ടത്. അതായത് ഒന്നുകിൽ വീട്ടിലെ ആരെങ്കിലും, അത് ബ്രദറാകാം, അത് അച്ഛനാകാം, അതും അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം. അങ്ങനെ എത്ര പേരെയാണ് 2022 കൊലപ്പെടുത്തിയത്? 51,100 പേരെ. ഇനി 2023 കൊലപ്പെടുത്തിയത് 51,100 പേരെയാണ്. അതിനേക്കാൾ കുറവായിരുന്നു 2022 48,800 പേർ. അപ്പൊ എന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ഓരോ വർഷവും സ്ത്രീകൾക്കെതിരെയുള്ള ക്രൂരമായ, അതായത് കൊലപാതകം, വെറും അടിയോ ഇടിയോ പിടിയോ ഒന്നുമല്ല, കൊലപാതകം തന്നെ വർദ്ധിച്ചു വരുന്നു. 2022 48,800 ആയിരുന്നത് 2023 ആയപ്പോഴേക്കും 51,100 വർദ്ധിക്കുന്നു. ഇനി അത് ഈ വർഷത്തെ കണക്ക് വീണ്ടും ഈ പഠനത്തിന്റെ തുടർ പഠനത്തിലേ കിട്ടുകയുള്ളൂ. ഇനി ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകൾ കൊല ചെയ്യപ്പെടുന്നത്? ആഫ്രിക്കൻ വൻകരയിലാണ് ഏറ്റവും അധികം സ്ത്രീകളും പെൺകുട്ടികളും കൊല്ലപ്പെടുന്നത്. 2023 21,700 പേർ ആഫ്രിക്കൻ വൻകരയിൽ തന്നെ കൊല ചെയ്യപ്പെട്ടു. ജീവിത പങ്കാളികൾ തന്നെ സ്ത്രീകളെ കൊലപ്പെടുത്തുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ. ജീവിത പങ്കാളി തന്നെ പങ്കാളിയായ സ്ത്രീയെ കൊലപ്പെടുത്തുന്ന രീതി യൂറോപ്പിലും അമേരിക്കയിലുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം അങ്ങനെ പോകുന്നു ഈ കണക്കുകൾ. ബാക്കി കണക്കുകളൊക്കെ ഉണ്ട്, അധികം കണക്കുകൾ. ഏഷ്യയില് ഈ 2023 കൊല ചെയ്യപ്പെട്ടത് 8 പേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ യഥാർത്ഥത്തിൽ കണക്ക് ശരിയായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി ബാക്കി കണക്കുകൾ ഞാൻ വായിക്കുന്നില്ല. കാരണം ഇവര് ഡേറ്റ എടുത്തിരിക്കുന്നത്, ആഗോള ഡേറ്റ എടുത്തിരിക്കുന്നത് സെൻസസ് അപ്രോച്ചിലാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് കിട്ടിയ കണക്ക്, ഏഷ്യയിലെ കണക്ക് ശരിയായിരിക്കണമെന്നില്ല. എന്തായാലും ചില കണക്കുകളെ പറ്റി സംശയമുണ്ട്. രണ്ടായാലും നമുക്ക് ചോദിക്കാനുള്ള കാര്യം ഇതാണ്: ഒരു കുടുംബത്തിനെ അല്ലെങ്കിൽ ലോകത്തെ സംബന്ധിച്ച് സ്ത്രീയാണോ, സ്ത്രീധനമാണോ മികച്ചത്? ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു കുടുംബം എടുക്കുക, ആ ഒരു കുടുംബം എടുത്താൽ തന്നെ അവിടെ സ്ത്രീക്കാണോ സ്ത്രീധനത്തിനാണോ പ്രാധാന്യം? എന്താണ് ഒരു കുടുംബം എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മളോട് പറയുന്നത്? കുടുംബം എന്ന കോൺസെപ്റ്റ് 1991 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഗാരി എസ് ബെക്കർ പറയുന്നത് കുടുംബം ഒരു സംരംഭം തുടങ്ങുന്നത് പോലെയാണ്. അതായത് ഒരു ലോങ് ടേം എഗ്രിമെന്റ് ആണ്. സ്ത്രീയും പുരുഷനും തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു ലോങ് ടേം എഗ്രിമെന്റ്. എന്തിനാണ് അങ്ങനെ ഒരു ലോങ് ടേം എഗ്രിമെന്റിൽ വന്നു ചേരുന്നത്? അവർക്ക് ഏത് സംരംഭവും ഒരു ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ കുടുംബം എന്ന സംരംഭത്തിലും ഉൽപാദനമുണ്ട്. എന്താണ് അവിടുത്തെ ഉൽപ്പന്നം? അവിടുത്തെ ആ ഉൽപാദനത്തിന്റെ ഫലമായി വരുന്ന ഉൽപ്പന്നമാണ് കുഞ്ഞുങ്ങൾ. അപ്പൊ എന്താണ് ഈ സംരംഭത്തിന്? ഏത് സംരംഭത്തിനും ഒരു ലക്ഷ്യമുണ്ട്: ഏറ്റവും നല്ല ഉൽപ്പന്നം, അതായത് എല്ലാ കൺസ്യൂമേഴ്സിനും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ച് വളരെ നന്നായിട്ട് അത് മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ മാർക്കറ്റ് ചെയ്ത്
വിപണി പിടിച്ചടക്കുക, അതാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ കുടുംബം എന്ന ആ എന്റർപ്രൈസ്, ആ സംരംഭത്തിനും ഒരു ലക്ഷ്യമുണ്ട്, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ ഉത്തമ പൗരന്മാരാക്കി വളർത്തി അങ്ങനെ പൗരത്വത്തിന്റെ ഉത്തമ ശൃംഖത്തിലേക്ക് എത്തിക്കുക, അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടി ഒത്തുചേരുന്നവരാണ് ഭാര്യ ഭർത്താക്കന്മാര്. അവിടെ സ്ത്രീയാണ് ധനം, അല്ലാതെ സ്ത്രീ കൊണ്ടുവരുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളോ സ്വർണമോ ഒന്നുമല്ല ധനം. ഈ പ്രക്രിയയിൽ ഒത്തുചേരുന്ന സ്ത്രീ വളരെ പ്രാമുഖ്യമുള്ള സ്ഥാനമാണ് അർഹിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ആ ഉൽപാദന പ്രക്രിയയിൽ ഒരു കുഞ്ഞ് ഭ്രൂണം ഉരുത്തിരിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് 10 മാസത്തേക്ക് ആ ഭ്രൂണം വളരുന്നത്. ആ സ്ത്രീയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, അതായത് ഹോർമോൺ വ്യതിയാനം മൂലം അപ്പോഴുണ്ടാകുന്നു. ശരീരത്തിലും എല്ലാം, ചിന്തകളിലും എല്ലാം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ തൻ്റെ ഉദരത്തിൽ വളരുന്ന തങ്ങളുടെ കുഞ്ഞ് എന്ന ആ അതിഹൃദ്യമായ ആഹ്ലാദകരമായ ആ ചിന്തയിൽ അവൾ എല്ലാ വേദനകളും മറന്ന് ആ ഗർഭഭാരം ചുമക്കുകയാണ്. അങ്ങനെ ചുമന്ന് 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു. ആ കുഞ്ഞിനെ ഒരു 5 വയസ്സ് വരെ വളർത്തിയെടുക്കുന്നത് അതിലേറെ ശ്രമകരമായ കാര്യമാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകാം. അതുപോലെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന്റെ ആയുസ്സിനെ പറ്റിയുള്ള ചിന്തകൾ, ഇങ്ങനെ നിരവധി ക്ലേശകരമായി. അതിനോടൊപ്പം തന്നെ കുടുംബഭാരം അവൾക്ക് ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാം ഉണ്ട്. അങ്ങനെ 5 വയസ്സ് വരെ ഒരു കുഞ്ഞിന്, അതായത് കുഞ്ഞ് ഏകദേശം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന സമയം വരെയും അമ്മയുടെ പരിചരണം വളരെ അത്യാവശ്യമാണ്. ഓഫ് കോഴ്സ് ആ സമയത്തൊക്കെ അച്ഛനും അതുപോലെ പ്രാധാന്യമുണ്ട്. അച്ഛൻ ഗർഭപാത്രത്തിൽ കുഞ്ഞിനെ വഹിക്കുന്നില്ല എങ്കിൽ പോലും ആ കാലത്തും അതിനുശേഷവും ഒക്കെ അച്ഛന്റെ എല്ലാവിധ ശ്രദ്ധയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അച്ഛനും അമ്മയും ചേർന്ന് കുട്ടികളെ വളർത്തിയാൽ മാത്രമേ അവരെ ആ ഉത്തമ പൗരത്വത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഒരു പക്ഷേ കേരളത്തിന് ഇപ്പോൾ പറ്റിയിരിക്കുന്ന അപകടവും അത് തന്നെയായിരിക്കാം. 1970-കൾ തൊട്ട് കേരളത്തിൽ നിന്നുണ്ടായ തൊഴിൽ തേടി ഗൾഫ് മേഖലയിലേക്കും ഒക്കെയുള്ള പോക്ക്, ആ പോക്കിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഒന്നുകിൽ അച്ഛൻ മാത്രം വീട്ടിൽ കാണും, അമ്മ നേഴ്സോ ഒക്കെയായി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മ മാത്രം വീട്ടിൽ കാണും, അച്ഛൻ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നു. അയക്കുന്ന പണം താറുമാറടിച്ച് കുട്ടികൾ കാര്യഗൗരവം വരുന്നതിന്, അതായത് അച്ഛനും അമ്മയും കൂടി വളർത്തുന്ന രീതിയിലല്ല അമ്മ മാത്രം കുട്ടികളെ വളർത്തിയാൽ, അല്ലെങ്കിൽ അച്ഛൻ മാത്രം കുട്ടികളെ. അവിടെ ഒരുപാട് അനിശ്ചിതത്വമുണ്ട്. അതൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ ബാധിക്കും. അങ്ങനെയായിരിക്കാം നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും. കേരള സമൂഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സമൂഹമായി മാറിയത് തന്നെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാകാം. എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പന്തീരാങ്കാവിലെ ആ സംഭവത്തെ പറ്റി ഓർക്കുമ്പോഴാണ് ഇത്രയുമൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടി വന്നത്. അതായത് നാം സ്ത്രീയെയാണോ സ്ത്രീധനത്തെയാണോ സ്നേഹിക്കുന്നത്? അത് സ്ത്രീ തന്നെയാണ് ധനമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് നോബൽ ലൊറേറ്റ് ആയ ഒരു എക്കണോമിസ്റ്റിന്റെ ഗ്രന്ഥത്തിലെ ആ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഞാൻ ഈ പറഞ്ഞ ആ കുടുംബം എന്ന കോൺസെപ്റ്റ്. ഒരു സംരംഭത്തോട് ഉപമിച്ചുകൊണ്ട് കുടുംബത്തിന്റെ ധർമ്മം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ ഗ്രന്ഥത്തിലാണ് ഇതൊരു കണ്ടുപിടുത്തം പോലെ മഹത്തരമാണ്. അതായത് ഒരു കുടുംബം നന്നായാൽ ആ ദേശം നന്നാകും, ദേശം നന്നായാൽ രാജ്യം നന്നാകും, രാജ്യങ്ങൾ നന്നായാൽ ലോകം നന്നാകും. ആ ഒരു പ്രിൻസിപ്പിൾ അവിടെ കൊണ്ടുവന്നതിനാണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കൊടുത്തത്. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീ, നമ്മുടെ ഭാര്യ കൊണ്ടുവന്നത് ധനം, അതായത് മരുമകൾ കൊണ്ടുവന്ന ധനമല്ല, അവളാണ് ധനം. അവളെ സ്നേഹിക്കുകയും അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോഴാണ് അവൾ നല്ലൊരു മകളായി, നല്ലൊരു അമ്മയായി, നല്ലൊരു കുടുംബനാഥയായി ഒക്കെ മാറുന്നത്. അങ്ങനെ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം നന്നായി വരുന്നത്, രക്ഷപ്പെട്ടു വരുന്നത്. അപ്പൊ അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്നതിന് പകരം പന്തീരാങ്കാവിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം വലിയ കേസായിരുന്നു, നമുക്കറിയാം. ആ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്താണ് അവിടെ നടന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർ തമ്മിൽ വലിയ, ആ പെൺകുട്ടിയെ വളരെയധികം ഉപദ്രവിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്ത് അതിനൊക്കെ അരിപിടിച്ച് ഭർത്താവിന്റെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു, കുടുംബവും ഉണ്ടായിരുന്നു. അവസാനം പെൺകുട്ടിയുടെ വീട്ടുകാർ വീട്ടിൽ വന്നപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ കേസ് കൊടുത്തു. കേസ് പോയി കുറെ കഴിഞ്ഞപ്പോഴേക്കും പെൺകുട്ടി പുരുഷന്റെ പക്ഷം ചേരുന്നു. അതൊക്കെ എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ആ വിവാഹം മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആ വിവാഹം അന്ന് തന്നെ പിരിയേണ്ടതായിരുന്നു. കാരണം ധനത്തെ സ്നേഹിക്കുന്ന പുരുഷന്
ഒരിക്കലും സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റില്ല. സ്ത്രീയുടെ ആവശ്യം അവന് സ്ത്രീയെ കൊണ്ട് ആവശ്യം ഉണ്ടായിരിക്കാം. അതിന് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് പുരുഷൻ ഏതെല്ലാം മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ പോയാൽ മതിയായിരുന്നു. അവന് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൂടെ ജീവിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. അവിടെയാണ് സ്ത്രീകൾ, പെൺകുട്ടികൾ തന്നെ കല്യാണം കഴിച്ച പുരുഷന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും തന്നെ ചേർത്ത് പിടിക്കുന്നവനല്ല, അവന് വേണ്ടത് താൻ കൊണ്ടുവരുന്ന ധനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് എത്രയൊക്കെ നമ്മൾ സഹിക്കാമെന്ന് വിചാരിച്ചിരുന്നാലും നമുക്കറിയാം ഭൂമിയോളം ക്ഷമിക്കുന്നവളാണ് സ്ത്രീ എന്ന്. പക്ഷെ എത്ര ഭൂമിയോളം ക്ഷമിച്ചാലും അവന്റെ ആട്ടും ഇടിയും തുപ്പും എല്ലാം കേട്ട് അവന്റെ വീട്ടുകാരും കൂടി അങ്ങനെയാണെങ്കിൽ, ഇപ്പൊ അവന്റെ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണെങ്കിൽ, അച്ഛൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളാണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇങ്ങനെ ആരുമില്ലാത്ത സാഹചര്യത്തില് ഈ ഭർത്താവിനെ മാത്രം വിശ്വസിച്ച് പോകുന്നത്. അതിനുശേഷം നമ്മളൊരു കഥ കേട്ടിരുന്നു, അവന് വേറൊരു കാമുകി ഉണ്ടായിരുന്നു, കല്യാണം നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്, അതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം കിട്ടും എന്നൊക്കെയുള്ള അവസ്ഥ വന്നപ്പോഴാണ് അത് മാറി ഈ കല്യാണത്തിലേക്ക് അവന് വന്നത്. ഈ കല്യാണത്തിലും കിട്ടിയത് പോരെന്ന് അവന്റെ അമ്മ തന്നെ ആ പെൺകുട്ടിയോട് പറയുന്ന അവസ്ഥകളൊക്കെ പത്രങ്ങളിൽ വന്ന് നാം കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാല് നാം മനസ്സിലാക്കുക, ഒരൊറ്റ കാരണവശാലും പെൺകുട്ടി പിന്നെ ഒരു തരത്തിലും കോടതിയല്ല ആര് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കരുത്. ഒരു സ്ത്രീക്ക് അവളുടെ സ്വത്വമുണ്ട്, അവളുടെ വ്യക്തിത്വമുണ്ട്, അവളുടെ സ്വഭാവമുണ്ട്. അതൊക്കെ തന്നെയാണ് അവളുടെ ധനം. ആ ധനം കാത്തു സൂക്ഷിച്ചാൽ ഒരു സ്ത്രീക്കും ജീവനോപാധി കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരികയില്ല. കാരണം നമുക്കറിയാം, ഞാനൊരു കുടുംബശ്രീയുടെ വലിയ പ്രോജക്റ്റ് പോയി, അതായത് ഒരു 10,000 കുടുംബശ്രീ അംഗങ്ങളെ, സ്ത്രീകളെ ഞാൻ നേരിട്ട് കണ്ട് സംവദിച്ചിട്ടുണ്ട് അവരുമായിട്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ ജീവനോപാധി തേടാൻ വേണ്ടി കുടുംബശ്രീയിൽ വന്ന് ചെയ്യുന്ന അധ്വാനമാണ്, വീട്ടിൽ ചെയ്യുന്ന അധ്വാനമാണ്. അങ്ങനെ വീട്ടിലും പുറത്തും അധ്വാനിച്ച് സ്വന്തം കുടുംബം നോക്കാൻ ത്രാണിയുള്ള സ്ത്രീയെ അവളെ ആരുടെ കീഴിലും കാൽച്ചുവട്ടിലും ചവിട്ടപ്പെടാൻ വേണ്ടി കിടന്നു കൊടുക്കരുത്. സ്വന്തം വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കുകയും അതിനെതിരായിട്ട് വരുന്ന ഏത് ശക്തിയെയും ചവിട്ടി പുറത്താക്കുകയും ചെയ്യണം. അത് ഭർത്താവാകട്ടെ മറ്റാരുമാകട്ടെ. അങ്ങനെ ഒരു ഭർത്താവിന് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന ഭർത്താവിന്, നമ്മുടെ സ്വത്തല്ല നാം സ്ത്രീയാണ് ധനം എന്ന് വിശ്വസിക്കുന്ന ഭർത്താവിന്, നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഭർത്താവിന്, നമ്മളിൽ ജനിക്കുന്ന, അതായത് കുടുംബത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അച്ഛനും അമ്മയുമായി തോളോട് തോൾ ചേർന്ന് പോകുന്ന ഭർത്താവിനെയാണ് ഒരു സ്ത്രീക്ക് ജീവിതകാലം മുഴുവനും ആവശ്യം. അല്ലാതെ എല്ലായ്പ്പോഴും ഇതുപോലെ ക്രൂരത കാണിക്കുന്ന പുരുഷനെ അല്ല. അത് സ്ത്രീ തിരിച്ചറിഞ്ഞ് ആ രീതിയിൽ സ്ത്രീ പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തെ സ്ത്രീ കൊലപാതകങ്ങൾ കുറയുമെന്ന് തന്നെയാണ്. കാരണം സ്ത്രീ ശക്തിയാണ് എന്ന് സ്ത്രീ തന്നെ തെളിയിക്കണം. ആ തെളിയിക്കേണ്ടത് ഇടിച്ചും കുത്തിയുമല്ല, മേധാശക്തി കൊണ്ട്, കർമ്മശേഷി കൊണ്ട് സ്ത്രീ തെളിയിക്കണം. സ്ത്രീ പുരുഷനെ പോലെ തന്നെ കർമ്മശേഷിയുള്ള ആളാണെന്ന്, മേധാശക്തിയുള്ള ആളാണെന്ന്. അങ്ങനെ വരുമ്പോൾ സ്ത്രീക്കെതിരെയുള്ള ഇതുപോലുള്ള അതിക്രമങ്ങൾ കുറയും, അല്ലെങ്കിൽ നിയമം ഇടപെട്ട് കുറയ്ക്കണം.